എല്ലാ കൂട്ടുകാർക്കും റൂവേസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പോകാൻ പോകുന്നത് കക്കയം ഡാമിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കക്കയം ഡാമിലോട്ട് പോകുന്ന റോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിർത്താൻ കാരണം ഇനി പോകുന്ന വഴിയിൽ അടിപൊളി ഒരു വ്യൂ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കരിയാത്തുംപാറ തോണിക്കാട് ഏരിയ മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ റിവ്യൂ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കേട്ടോ കക്കയം ഡാമിലോട്ട് പോകുന്നത്. ഞാൻ ഇതിന് മുമ്പ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അകത്തേക്ക് എൻട്രി കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വെള്ളം കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് പ്രവേശനം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് വന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ ഒരു വ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ നൈസായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ആ കാണുന്നതാണ് നമ്മളെ കരിയാത്തുംപാറ അല്ലെങ്കിൽ തോണിക്കടവ് എന്ന് പറഞ്ഞ പ്ലേസ്. ക്യാമറയിലൂടെ എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മുടെ കരിയാത്തുംപാറ എന്ന് പറയുന്നത്. ഞാൻ ആ ഒരു ഭാഗത്തേക്ക് 3-4 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിമനോഹരമായിട്ടുള്ള പ്ലേസ് ആട്ടോ. ഫാമിലിയോടൊപ്പം പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസ് തന്നെയാണ്. ഇത് നമുക്ക് ഇവിടുന്ന് ഈ റോഡ് വഴിയാണ് നമുക്ക് കക്കയം ഡാമിലോട്ട് പോകേണ്ടത്. ഏകദേശം 2-3 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കക്കയം ഡാമിലേക്ക് എത്താം. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 120 രൂപ നമ്മൾ പേ ചെയ്ത് നമുക്കിനി മുമ്പോട്ട് പോകണം. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മലനിരകൾ കയറിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയാനായിട്ട് ഇവിടെ റോഡൊക്കെ വളരെ കൺജസ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് റോഡ് പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ നല്ല നല്ല കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇതൊക്കെ നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിദേശികളൊക്കെ നമുക്ക് ഇവിടേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. കാരണം അത്യാവശ്യം നല്ലൊരു അടിപൊളി പ്ലേസിലാണ് കക്കയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്കുള്ള ആ റോഡും കൂടി കുറച്ചൊന്ന് നവീകരിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ഈ ഒരു ഇതിൽ പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ പോയതാണ്, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അവിടുത്തെ റോഡ് വളരെ മോശമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കക്കയം ഡാമിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടെ വേറെയും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരാനായിട്ട് 2 പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഇവിടേക്ക് പോവുള്ളൂ. ഞാൻ കുറേ അധികം ടൂറിസ്റ്റ് പ്ലേസസിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഒറ്റൊരു ടിക്കറ്റിലാണ് നമുക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ താഴത്തുനിന്നും ടിക്കറ്റ് എടുക്കണം, അതുപോലെ ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളത്, ടിക്കറ്റ് നിരക്ക് 2 പേരും ഒറ്റൊരു കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ 2 പേർക്കും ഡിവൈഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള വിനോദസഞ്ചാരികൾക്ക് അത് ഹെൽപ്ഫുൾ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പാർക്കുണ്ട്. പിന്നെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ബോട്ട് സർവീസും അവൈലബിൾ ആണ്. അപ്പോൾ സ്പീഡ് ബോട്ട് സർവീസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 5 പേർക്ക് 1000 റുപ്പീസാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് 200 രൂപയാണ് ചാർജ്. അപ്പോൾ 5 പേരെ മാത്രമേ ഈ ഒരു സ്പീഡ് ബോട്ട് യൂസ് ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 പേരുള്ള ടിക്കറ്റ് നമ്മൾ 1000 റുപ്പീസിന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് ആയിട്ട് വേണം നമ്മൾ ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ എടുക്കുന്ന ആ ടിക്കറ്റിൻ്റെ ആ കൗണ്ടറിൽ തന്നെ നമുക്ക് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റും കൂടി കിട്ടും 1000 റുപ്പീസ്. അല്ലാത്ത പക്ഷം നമ്മൾ തിരിച്ച് വീണ്ടും ആ ടിക്കറ്റ് എടുക്കാനായിട്ട് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് ആയിട്ട് നമ്മൾ നേരെ ബോട്ടിംഗ് പോയിന്റിലേക്ക് വരാം. അപ്പോൾ അവിടെ 2 ബോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഒരു ബോട്ടിൽ ഫാമിലി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കായിട്ടുള്ള ഒരു ബോട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബോട്ടിംഗ് നടത്താം. അപ്പോൾ നമ്മളോടൊപ്പം നിങ്ങളും വരിക. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു വാങ്ങി വെച്ചൊരു ടിക്കറ്റ് ഈ ഒരു പുള്ളിക്കാരന് കൈമാറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ലൈഫ് ഗാർഡ് ജാക്കറ്റ് നമ്മൾ ധരിച്ചിട്ട് വേണം നമ്മൾ ബോട്ടിങ് നടത്താനായിട്ട്. അപ്പോൾ നമ്മൾ കയറി ഉടൻ തന്നെ ആ ജാക്കറ്റ് എടുത്തിടുക, നേരെ ബോട്ട് കയറാം. ഇനി ബോട്ട് കയറിയിട്ട് ഫുള്ള്, അതായത് കക്കയം ഡാമിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ വിഷ്വൽസ് നമുക്ക് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം എന്തായാലും ബോട്ട് കയറിയിട്ട് ബോട്ട് കയറിയിട്ടുണ്ട്. ഫസ്റ്റത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലിരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പീഡ് ബോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ബോട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കക്കയത്തേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. കക്കയം ഡാമിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബോട്ടിംഗ് നടത്തുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്.
ഈ ഒരു വിഭവം നമ്മളെ ഇംഗ്ലീഷ് മൂവീസ് അതായത് ഹോളിവുഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ജുറാസിക് പാർക്ക്, ജുറാസിക് വേൾഡ് എന്നൊക്കെ മൂവിയിൽ ബോട്ടിംഗ് നടത്തുമ്പോൾ ആ ഒരു രംഗം ഉണ്ടാവുമല്ലോ, കാട്ടിന് നടുവിലൂടെ ആ ബോട്ടിംഗ് നടത്തി പോകുന്നത്, അതൊരു ഫീലായിട്ട് ഇവിടെ വരുമ്പോൾ. പിന്നെ മുമ്പ് കാണുന്ന ഈ ഒരു വാട്ടർഫോൾസ് ഒരു രക്ഷയില്ലാത്തൊരു വൈബ് നമുക്ക് നൽകുന്നുണ്ട്. കാരണം മലനിരകൾക്കുള്ളിലൂടെ വരുന്ന ഈ ഒരു വാട്ടർഫോളും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും, ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും ഒരുപോലെ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന മലനിരകൾക്കിടയിലൂടെ വരുന്ന ആ ഒരു വെള്ളം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിംഗ് നടത്തിയാൽ മാത്രമാണ് ഈ ഒരു വ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുന്ന് 2-3 റൗണ്ട് പുള്ളിക്കാരൻ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ബോട്ടിംഗ് വളച്ച് തിരിച്ച് കളിയുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക തരം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കക്കയം ഡാമിലെ ആ ബോട്ടിംഗ് എന്തായാലും നടത്തുക. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ആദ്യം തന്നെ ബോട്ടിംഗ് നടത്താൻ പോയത് ഈ ഒരു കക്കയം ഡാമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ടിംഗ് നടത്തിയിട്ട് ചെക്കന്മാരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ. കാരണം എന്താ വെച്ചാൽ വളരെ ശാന്തമായ പ്ലേസും ഫുള്ള് പച്ചപ്പും അതിന് നടുവിലൂടെ ഈ ഒരു സഫാരി നടത്തുക പറഞ്ഞാൽ വേറെ വൈബ് തന്നെയാണ്. चेंगई അപ്പോൾ ഇവരോട് ചോദിച്ചു നോക്കാം. कैसे बोटिंग कैसे है? बहुत अच्छा है, अच्छा है। फर्स्ट टाइम गया, अच्छा लगा है। 15 मिनट घूम के और थोड़ा ज़्यादा टाइम होगा तो और भी अच्छा लगने वाला था, लेकिन क्या करेगा, अभी इतने टाइम है, 15 मिनट के बहुत अच्छा है। तुमको सेम है? मेरे को भी सेम है, बहुत अच्छा लगा है। मतलब नेक्स्ट टाइम आने के लिए फिर कोशिश करेगा। यही है। तुम बहुत कैसे? अच्छा प्लेस है भाई, अच्छा है. हाँ अच्छा प्लेस है, बहुत अच्छा അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബോട്ടിംഗ് കഴിഞ്ഞ് മുകളിലേക്ക് പോയിട്ട് ഉരക്കുഴി വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാണണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി അടുത്ത് നമ്മൾ ഉരക്കുഴി വാട്ടർഫോളിലേക്കാണ് പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലായിട്ടുള്ള റോയ്സ് വ്ലോഗ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വ്ലോഗായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത വീഡിയോ ഉരക്കുഴി വാട്ടർഫോളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നല്ല നല്ല വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണാം. ഇറ്റ്സ് മീ റോയ് സൈനിങ് ഓഫ് ഫ്രം റോയ്സ് വ്ലോഗ്.